ശരി, ഇനി പ്രവീൺ പുരുഷോത്തമിലേക്ക് പോകുന്നു. IB ഉദ്യോഗസ്ഥയുമായി ഒടുവിൽ സംസാരിച്ച ശേഷം സുഗാന്ത് ഹോസ്റ്റൽ വാർഡനെ ഫോണിൽ വിളിച്ചതായി വിവരം ലഭിച്ചിട്ടുണ്ട്. യുവതി ഹോസ്റ്റലിൽ ചെന്നോ എന്ന് അന്വേഷിച്ചുകൊണ്ടാണ് സുഗാന്ത് ഫോൺ വിളിച്ചത്. മകളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന രീതിയിൽ എന്തോ ഒന്ന് സുഗാന്ത് സംസാരിച്ചതായി സംശയമുണ്ടെന്ന് യുവതിയുടെ പിതാവ് പറയുന്നു. പ്രവീണാണ് വിവരങ്ങൾ നൽകുക. പ്രവീൺ, ആദ്യ ദിവസം തന്നെ അച്ഛൻ പ്രതികരിച്ചതാണ്. രാവിലെ മകൾ സംസാരിക്കുന്ന ഘട്ടത്തിൽ വലിയ കുഴപ്പം തോന്നിയിരുന്നില്ല എന്ന്. പിന്നീടായിരിക്കാം ഇയാളുമായി സുഗാന്തുമായി സംസാരിക്കുന്നതും ആത്മഹത്യ എന്ന ആലോചനയിലേക്ക് നീങ്ങുന്നതും. അപ്പോൾ അതിന് തൊട്ടു പിന്നാലെ തന്നെ സുഗാന്ത് ഹോസ്റ്റൽ വാർഡനെ വിളിച്ചു എന്നുള്ള വിവരമാണോ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്? എന്താണ് അറിയാനാകുന്നത് പ്രവീൺ? IB ഉദ്യോഗസ്ഥരുടെ പിതാവ് പറയുന്നത് സുഗാന്തിനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തണം എന്ന് തന്നെയാണ്. അക്കാര്യത്തിൽ ചില കാര്യങ്ങൾ IB ഉദ്യോഗസ്ഥരുടെ പിതാവ് പറയുന്നുണ്ട്. പ്രധാനമായും ഈ സംഭവം നടന്ന ദിവസം IB ഉദ്യോഗസ്ഥ അമ്മയെ വിളിച്ചിരുന്നു. അമ്മയെ വിളിച്ചപ്പോൾ ഇരുവരും തമ്മിലുള്ള സംഭാഷണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് താൻ ഹോസ്റ്റലിലേക്ക് പോവുകയാണ്, പോകുന്ന വഴി ഭക്ഷണം വാങ്ങിക്കും, അതിനുശേഷം ഹോസ്റ്റലിൽ പോയി ഭക്ഷണം കഴിക്കും എന്നാണ് IB ഉദ്യോഗസ്ഥ മാതാവിനോട് അവസാനമായി ഫോണിൽ സംസാരിച്ചത്. അതിനുശേഷമാണ് ഈ പറയുന്ന രീതിയിൽ ഹോസ്റ്റലിലേക്ക് പോകാതെ റെയിൽവേ ട്രാക്കിലേക്ക് ഈ IB ഉദ്യോഗസ്ഥ പോയത്. അപ്പോൾ പിതാവ് പറയുന്നത് അമ്മയുമായി സംസാരിച്ചപ്പോൾ മകൾ വളരെ സന്തോഷവതിയായാണ് സംസാരിച്ചത്. ആഹാരം വാങ്ങിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു, ഹോസ്റ്റലിലേക്ക് പോകുന്ന കാര്യം പറഞ്ഞു, നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു, അതിനുശേഷം ഹോസ്റ്റലിലേക്ക് പോവുകയാണ് എന്നാണ് മാതാവിനോട് പറഞ്ഞത്. പിന്നീട് സുഗാന്തിൻ്റെ ഒരു ഫോൺ കോൾ ഈ IB ഉദ്യോഗസ്ഥരുടെ ഫോണിലേക്ക് വരുന്നു. ഇരുവരും തമ്മിൽ ചില സംസാരങ്ങൾ നടക്കുന്നു. അതിനുശേഷമാണ് റെയിൽവേ ട്രാക്കിൻ്റെ ആ ഭാഗത്തേക്ക് IB ഉദ്യോഗസ്ഥ എത്തിയത്. അപ്പോൾ പിതാവ് പറയുന്നത് ഇരുവരും തമ്മിൽ ആ സംഭാഷണം നടന്നതിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പക്കലുണ്ട്. എന്താണ് ഇവർ തമ്മിൽ സംസാരിച്ചത് എന്നുള്ളത് പോലീസിനറിയാം. തങ്ങൾ സംശയിക്കുന്നത് വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മകൾ സൂചിപ്പിച്ചിരിക്കാം. പക്ഷേ അമ്മയ്ക്ക് നേരത്തെ സന്ദേശം അയച്ചതുപോലെ വിവാഹം ഇപ്പോൾ കഴിക്കാൻ താല്പര്യമില്ല എന്ന രീതിയിൽ സുഗാന്ത് മറുപടി നൽകിയിരിക്കാം. പിന്നീട് ഇരുവരും തമ്മിൽ തർക്കങ്ങൾ നടന്നിരിക്കാം. അതിനുശേഷം മകൾ റെയിൽവേ ട്രാക്കിലേക്ക് ചെല്ലുകയും പിന്നീട് മരണം സംഭവിക്കുകയും ചെയ്യുന്നു. പിതാവ് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഈ സംഭവം നടന്നതിന് ശേഷം, അതായത് IB ഉദ്യോഗസ്ഥരുടെ ഫോൺ പൂർണ്ണമായും തകർന്ന അവസ്ഥയിലായിരുന്നു. ഏറ്റവും അവസാനത്തെ ഫോൺ കോൾ എന്നുള്ളത് കേവലം സെക്കൻഡുകൾ മാത്രമായിരുന്നു. അപ്പോൾ അതിനുശേഷം മറുതലക്കിലുള്ള സുഗാന്തിന് പിന്നീട് ഫോണിൽ സംസാരിക്കാൻ കഴിയുന്നില്ല. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് സുഗാന്തിന് മനസ്സിലാകുന്നില്ല. പിന്നീട് സുഗാന്ത് ചെയ്തത് ഹോസ്റ്റൽ വാർഡനെ ഫോണിൽ വിളിക്കുന്നു. ഈ IB ഉദ്യോഗസ്ഥ അവിടെ ചെന്നോ എന്നാണ് സുഗാന്ത് അന്വേഷിക്കുന്നത്. അത് ഈ IB ഉദ്യോഗസ്ഥയുടെ മരണം നടന്ന് അരമണിക്കൂറിന് ശേഷമാണ് ഈ ഹോസ്റ്റൽ വാർഡനെ സുഗാന്ത് വിളിക്കുന്നത്. അപ്പോൾ പിതാവ് പറയുന്നത് ഹോസ്റ്റൽ വാർഡനെ സുഗാന്തിൻ്റെ ഫോൺ നമ്പറിൽ നിന്നും വിളിച്ചു എന്നുള്ളത് ഉറപ്പാണ്. അവിടെ IB ഉദ്യോഗസ്ഥ ചെന്നിരുന്നോ എന്നാണ് സുഗാന്ത് അന്വേഷിച്ചതെന്ന് ഹോസ്റ്റലിൽ നിന്ന് തന്നെ കൃത്യമായിട്ടുള്ള വിവരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ പിതാവ് പറയുന്നത് ഇരുവരും തമ്മിൽ എന്തോ സംസാരം നടന്നു, അത് വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യമാണ്. ഒരു പക്ഷേ മകൾ പറഞ്ഞിരിക്കാം ഞാൻ പോയി മരിക്കുമെന്ന്. അപ്പോൾ സുഗാന്ത് മറുപടി നൽകിയിരിക്കാം അങ്ങനെയെങ്കിൽ പോയി മരിച്ചോളൂ എന്ന്. അങ്ങനെ ഒരു സംസാരം നടന്നതായി തങ്ങൾ സംശയിക്കുന്നുണ്ട് എന്ന് പിതാവ് പറയുന്നുണ്ട്. ഏതായാലും ഈ ഫോൺ സംഭാഷണത്തിൻ്റെ കൃത്യമായിട്ടുള്ള വിശദാംശങ്ങൾ പോലീസിൻ്റെ പക്കലുണ്ട്. അപ്പോൾ ഇരുവരും തമ്മിൽ അവസാനമായി അങ്ങനെ ഒരു സംസാരം നടന്നിട്ടുണ്ടെങ്കിൽ മകളുടെ ഈ ഒരു മരണത്തിന് ഉത്തരവാദി സുഗാന്ത് തന്നെയാണെന്ന് പിതാവ് പറയുന്നു. ഏതായാലും അന്വേഷണ ഉദ്യോഗസ്ഥരാണ് ഇക്കാര്യങ്ങൾ ഇനി കണ്ടെത്തേണ്ടത്. മറ്റൊന്ന്, നേരത്തെ തന്നെ മകൾക്കൊരു കാർ വാങ്ങിച്ചു കൊടുത്ത കാര്യം പിതാവ് പറഞ്ഞിരുന്നു. അപ്പോൾ അത് സംബന്ധിച്ചുള്ള യാത്രാരേഖകൾ, ഒപ്പം തന്നെ ബാങ്ക് ഡീറ്റെയിൽസ്, അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം തന്നെ പിതാവിൻ്റെ പക്കലുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥരെ അതെല്ലാം ഏൽപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ അത് ലഭിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നിയമ നടപടികളുമായി തന്നെ തങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട്. ഇനി അത് കോടതിയിൽ കാണാം എന്ന് തന്നെയാണ് പിതാവ് വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്.